മോർണിംഗ്. നല്ല ചൂട് സമയത്ത് പുറത്ത് നിന്ന് നമ്മൾ ഉച്ചയ്ക്കൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ നല്ലൊരു സംഭാരം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കും അല്ലേ? നമുക്കൊരു മാങ്ങ സംഭാരം ഉണ്ടാക്കിയാലോ? മാങ്ങയും തൈരും എല്ലാം ചേർത്ത് നല്ല എന്താ പറയുക, ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ചെറിയൊരു എരിവൊക്കെയുള്ള അടിപൊളി ഒരു സംഭാരം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാങ്ങ സംഭാരം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. ഒരു പുളി കുറഞ്ഞു തുടങ്ങിയ അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുക. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുള്ളൂ. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ 1 ഗ്ലാസ് സംഭാരമാണ് റെഡിയാക്കുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കുക. മാങ്ങയുടെ പുളിയും തൈരിൻ്റെ പുളിയും കൂടി ആകുമ്പോൾ ഓവർ പുളിയായി പോരുത്, അതുകൊണ്ടാണ് നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ തൊലി കളഞ്ഞ് ചെറിയ പീസുകളാക്കി എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങ തൊലിയൊക്കെ മാറ്റി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എടുത്തു കേട്ടോ. വേഗം അരിഞ്ഞ് കിട്ടാനാണ് ചെറിയ പീസുകളായിട്ട് എടുത്തത്. പിന്നെ ഞാൻ ആ പച്ചമുളക് 2 പീസ് എടുത്തിട്ടുള്ളൂ, 1 പീസ് മാറ്റി വെച്ചു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണ്ട. നന്നായിട്ട് അരയുന്നത് നമ്മൾ തൈരും കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞോളും. ഇതൊന്ന് ആദ്യം അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തരയ്ക്കാം. ഉപ്പൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഇടാം. അതുപോലെ തന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം. മുഴുവൻ തൈരും ഇപ്പോൾ ചേർക്കണ്ട, കുറച്ച് തൈരും കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. തൈരിന് പകരം മാങ്ങ വെള്ളം ചേർത്ത് അരച്ചിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയും തൈരും ഒക്കെ ചേർന്ന് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ സംഭാരത്തിന് എത്ര ഉപ്പ് വേണം എന്നുള്ളതനുസരിച്ച് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സംഭാരം എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുക, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പച്ചമുളക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ, ഒരു ഭംഗിക്ക് വേണ്ടി. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയ ഡെക്കറേഷൻസ് ആണല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭാരം ചേർക്കാം. ഇത് അരിച്ചിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് വലിച്ചു കുടിക്കാവുന്ന സംഭാരമാണ്. ഇതിലേക്ക് നമുക്ക് 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലാണ് നമ്മുടെ സംഭാരം നല്ല തണുത്ത് സൂപ്പറായിട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഐസ് താല്പര്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സംഭാരം റെഡിയായി. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ? എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് വളരെയധികം അളവ് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 പിഞ്ച് പഞ്ചസാര ചേർക്കാം. അല്ലെങ്കിൽ ചാട്ട് മസാലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 1 പിഞ്ച് ചാട്ട് മസാലയും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം കേട്ടോ. മുകളിൽ 1 പിഞ്ച് ചാട്ട് മസാല വിതറിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചൂട് കാലത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് മാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാങ്ങ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള തൈര് ഉപയോഗിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അധികം ചിലവൊന്നുമില്ലല്ലോ, അധികം സമയവും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. ഞാനൊരു കറിവേപ്പിലേക്ക് ഇട്ട് വയ്ക്കാൻ കേട്ടൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.